എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് ശ്രീദേവി ആനന്ദിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ആനന്ദ് കട്ടിലിൽ ഇരിക്കുകയാണ്. പിന്നീട് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടാ കുറച്ച് സമയം ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറയണം. അല്ല എന്താ കാര്യം, എന്തെങ്കിലും പറയാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും ശ്രീദേവി പറഞ്ഞു, അതെ എന്നോട് എന്തെങ്കിലും കുറച്ച് സംസാരിക്കാനൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അല്ല ഇപ്പൊ പ്രത്യേകിച്ച് എന്താ സംസാരിക്കാനായിട്ട്. ഇത് കേട്ടപ്പോ ശ്രീദേവി വെച്ചു, അല്ല ആനന്ദേന്റെ കടയിൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്നത്തെ പോലെ തന്നെ അങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകണമെന്ന് പറയണം. അല്ല ആനന്ദേണ്ണ എന്നോടൊന്നും ചോദിക്കാനില്ലെന്ന് നിൽക്കും. എന്ത്, അല്ല ഇവിടെ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ? ഓ അതാണോ, അതിപ്പോ പ്രത്യേകിച്ച് എന്താ ഞാൻ ചോദിക്കാതിരിക്കണമെന്ന് നിൽക്കും. അല്ല നിനക്ക് ഇവിടെ സുഖമല്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, സുഖമൊക്കെയാ, പക്ഷേങ്കിൽ എന്താ എന്നൊക്കെ ഇങ്ങനെ ആനന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ എനിക്ക് വലിയ ചില സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നുമെന്ന് പറയണം. ബുദ്ധിമുട്ടോ? അല്ല അതിന് കാരണം എന്താന്നൊക്കെ ചോദിക്കണം. അല്ല കാരണം മറ്റൊന്നുമല്ല, ഇന്നൊക്കെ തന്നെയാണെങ്കിലും അമ്മ എന്നോട് അടുക്കള കയറണ്ടെന്ന് പറഞ്ഞു. അടുക്കളയിൽ അമ്മ തന്നെ ഫുഡൊക്കെ ഉണ്ടായിക്കോളാന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആപ്പടെ വിഷമമായെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, എടി നല്ല കാര്യമല്ലേ അത്, ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുന്നൊക്കെ അമ്മ കയറി ചെയ്യുന്നതാണെങ്കിൽ നല്ല കാര്യമല്ലേ, നിനക്ക് അത്ര സമയം റെസ്റ്റ് എടുക്കാലോ. എന്നാലും എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല ആനന്ദേട്ടാ. എനിക്ക് അടുക്കള കയറി ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടം. ആനന്ദേണ്ണും ബാലച്ചനും എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് തരാലോ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം. അത് മാത്രമല്ല എന്ന് പറയണം. പിന്നെന്താ കാര്യം, പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറഞ്ഞു, അത് പിന്നെ ഇന്ന് മീനാക്ഷിയാണ് പുറത്തുനിന്ന് ആഹാരം മേടിച്ചു വന്നു. ആഹാരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് പലഹാരമൊക്കെ മേടിച്ചോണ്ട് വന്നു. ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറയാ, അതിപ്പോൾ മേടിച്ചോണ്ട് വന്നാൽ എന്താ കുഴപ്പമിരിക്കണേ, അതിപ്പോൾ പുറത്തുനിന്ന് ഇടയ്ക്ക് മേടിക്കുന്നതൊക്കെയാ, ഞങ്ങളൊക്കെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റില്ല ആനന്ദേട്ടാന്നൊക്കെ പറയാം. അത് മീനാക്ഷി ഇടയ്ക്ക് വാങ്ങിച്ചോണ്ട് വരുന്ന, അതിനിപ്പോൾ അത്ര വലിയ നീ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും വയറും കേടാവും ശരീരവും ആരോഗ്യം എല്ലാം പോകത്തില്ലെന്ന് ചോദിക്കാം. അതിന്റെ വല്ല കാര്യം ഉണ്ടോ നിൽക്കും. നീ ഇത്ര ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീദേവി. നീ അതിനെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. മീനാക്ഷിയുടെ മിത്രയുടെ അമ്മയുടെ ഒക്കെ സ്വഭാവം അറിയാലോ. അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അങ്ങ് നിന്നാൽ മതി. അമ്മ ഇന്നുവരെ ആരോടും ഒരു പോരെടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന മിത്രയാണെങ്കിലും മീനാക്ഷി ആണെങ്കിലും ഇവിടെ വന്നിട്ട് കുറെ കാലമല്ലേ, ഇന്നുവരെ അമ്മയായിട്ടൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരെ അമ്മയോടൊപ്പം നിന്ന് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ശരി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് ആനന്ദാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ഇടയ്ക്ക് ആനന്ദ് പതുക്കെ അങ്ങോട്ട് കിടന്ന് മയങ്ങി പോവാണ്. ആ സമയം ശ്രീദേവി ഇത് കണ്ടില്ല. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആര്യനാണെങ്കിലോ വീട്ടിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് തുകയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ബാക്കി പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാനത് സൂക്ഷിച്ചൊക്കെ വെക്കാം എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ആനന്ദിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ പറയണത് തന്നെ. ശ്രീകല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനന്ദിന്റെ കയ്യിലെടുക്കണം, ആനന്ദിന്റെ കടിഞ്ഞാണ് നിന്റെ കയ്യിലായിരിക്കണം, നീ പറയുന്ന മാത്രം അവൻ അനുസരിക്കാവുള്ളൂ. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുക. അപ്പൊ അതൊക്കെ വെച്ചൊന്ന് അടിച്ചു നോക്കിയതാണ്. പക്ഷെ അതെല്ലാം പറഞ്ഞെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ആനന്ദ് അവിടെ കിടന്ന് ഉറങ്ങുന്ന കാഴ്ച കണ്ടേ ശ്രീദേവിക്ക് സഹിക്കോ. ശ്രീദേവി വളരെ പ്രതീക്ഷയോട് പറഞ്ഞാണ് ആനന്ദിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ കാര്യങ്ങളൊന്നും ഏശിയിട്ടില്ലെന്നുള്ള കാര്യം. പിന്നീട് ശ്രീദേവി വിഷമത്തോടെ അവിടെ അങ്ങോട്ട് കിടക്കുവാണ്, ആനന്ദ് ഉറങ്ങിയില്ലോ എന്നോർത്തുണ്ട്. ആ സമയം ആകാശും മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. മീനാക്ഷി പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണം. ഈ സമയം ആകാശ് ചോദിച്ചു, അല്ല നിനക്കെന്താ ഈ സമയത്ത് ആരാ മെസ്സേജ് ഒക്കെ അയക്കണേന്ന് ചോദിക്കാം. അത് പിന്നെ മിത്ര അയക്കുന്നതാന്ന് പറയണേ. അപ്പുറത്തെ മുറിയിലിരുന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനാ? ആഹാ അത് കൊള്ളാലോ, അത് നല്ല കാര്യമായി പോയല്ലെന്ന് പറയാം. അതല്ല ആകാശെ, പിന്നെന്താ, അതെ ഇന്ന് ആര്യന് കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പം മിത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അച്ഛൻ വഴക്ക് പറയുന്നൊക്കെ. അപ്പം ആര്യം വന്നു കഴിയുമ്പം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെസ്സേജ് അയച്ചാൽ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ. ശരിക്കും പറഞ്ഞ പാവം മിത്രയുടെ കാര്യം കഷ്ടമുണ്ട്. മിത്രനെ പോലെ ഒരു പെൺകുട്ടി അല്ലായിരുന്നെങ്കിൽ വന്നെങ്കിലോ അതിൻ്റെ ജീവിതത്തിലേക്ക് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലോ എന്ന് പറയണം. സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലോന്നോ, നീ എന്തായി പറയണമെന്ന് ചോദിക്കണം. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു, അല്ല സ്നേഹിച്ച് കല്യാണം കഴിച്ചാണെങ്കിലും അച്ഛന് ഇഷ്ടമില്ലല്ലോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയണം. ഓ അങ്ങനെയല്ലേന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മീനാക്ഷി പറഞ്ഞു, ഇപ്പൊ തന്നെ എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ അച്ഛനും എതിരായിട്ടും അത്രയും സെറ്റായിട്ടല്ലോ ഞാനുമായിട്ട്.
അവർക്ക് എന്നെക്കുറിച്ച് കുറേ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ഒരു വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടണം അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പോകുന്നതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നതൊക്കെ. ചിലപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. പക്ഷെ അച്ഛൻ അസുഖം വന്നതോട് കൂടിയിട്ട് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോവാനോ അവരിങ്ങോട്ടേക്ക് വരാനോ ഒന്നും കൂട്ടാക്കുന്നില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അതോർത്ത് നിനക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. കാരണം ഇങ്ങനെ ഇറങ്ങി വരുന്ന എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ ഇതായിരിക്കും. 10 പാല് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്ക് വീട്ടുകാരെ കുറിച്ച് ഓർത്ത് ടെൻഷനൊക്കെ ആവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. അച്ഛനമ്മ എല്ലാവരും സെറ്റായിട്ട് വരും എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അത് ശരിയാ, നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊക്കെയുണ്ട്. മീനാക്ഷിയെ ഒന്ന് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും പതിവ് പോലെ പിന്നെ മീനാക്ഷിയും മിത്രയും കൂടെയാണ് കോലം ഇടാനായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത്രയും 2-3 ദിവസമൊക്കെ ആയിട്ട് അത് കോലമൊക്കെ വരച്ചുകൊണ്ടിരുന്ന ശ്രീദേവി ആയിരുന്നു. പക്ഷെ ശ്രീദേവി അന്ന് വന്നില്ല. അപ്പോൾ ശ്രീദേവി വരുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും ആ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര ചോദിച്ചു, അല്ല ഇന്ന് ശ്രീദേവീച്ചിനെ കണ്ടില്ലല്ലോ കോലം വരയ്ക്കാനായിട്ട്. ശരിയാ, അല്ലെങ്കിൽ കോലം വരച്ചാനും, അതുകൊണ്ട് നമുക്കിന്ന് കോലം വരയ്ക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കോലം വരയ്ക്കുകയാണ്. പിന്നീട് മീനാക്ഷി വെച്ചു, ഇന്നലെ ആരിനെ എപ്പോഴാണ് വന്നേന്ന് ചോദിക്കും. കുറച്ച് ലേറ്റായിട്ടാണ് വന്നേന്ന് പറയാം. അല്ല അച്ഛൻ വഴക്കൊന്നും പറഞ്ഞില്ലോ, ഭാഗ്യത്തിന് വന്ന് കണ്ടില്ല, അല്ലെ പ്രശ്നം ആയാനെന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര തൻ്റെ വിഷമം പറയാണ്. അതെ, ഒരു പ്രശ്നമുണ്ട് മീനാക്ഷി ചേച്ചി എന്ന് പറയാം. എന്താ അത്? ആരിൻ്റെ ബൈക്ക് അത് ഫ്രണ്ടിൻ്റെ അല്ലായിരുന്നോ? അപ്പോൾ ആ ബൈക്ക് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പം ആരിനെ ജോലിക്ക് പോകണമെങ്കിൽ ബൈക്കില്ല എന്ന് പറയണം. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അറിയില്ല എന്ത് ചെയ്യുന്ന, ആരോട് ചോദിക്കുമെന്നും അറിയത്തില്ല. പൈസ ഉണ്ടായിരുന്നു, പുതിയ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അതിന് മാത്രം പൈസയൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി ആശ്വസിപ്പിച്ചു, സാരമില്ല, ദയവായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നൊക്കെ പറയണം. എനിക്ക് ആ ട്യൂഷനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിലും കുറച്ച് പൈസ ആരിന് കൊടുത്തരും. പാവം ആര്യൻ, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമമെന്ന് പറയാം. സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മീനാക്ഷി പെട്ടെന്ന് ആ കാര്യം ആലോചിക്കുന്നത്. അതെ, ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ചെന്ന് ഹോം ട്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന്. ഹോം ട്യൂഷനാണ്? അതെ, ഒന്നെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ നേരം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം 2 മണിക്കൂർ വീതം വെച്ചൊക്കെ എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നല്ല പൈസയും കിട്ടിയാണെന്ന് പറയാം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ എന്ന് ചോദിക്കാം. അത് പക്ഷേ അങ്കിള് സമ്മതിക്കുമോ? അല്ല, അച്ഛൻ്റെ സമ്മതം ഉണ്ടായിട്ട് മതി. അച്ഛൻ സമ്മതിച്ചില്ല വേണ്ട, അത് ആൾപ്പാടെ പ്രശ്നമാവും. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, പതുക്കെ അമ്മയെ കൊണ്ട് ഒന്ന് സംസാരിപ്പിച്ച് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവെന്നൊക്കെ പറയാം. അത് ശരിയാ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തേലും നോക്കാം, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്നൊക്കെ മിത്രയും പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഈ കാര്യങ്ങൾ, ഈ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ. പിന്നീട് പിറ്റേ ദിവസം ആനന്ദ് കമ്പനിയിലേക്ക് പോയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. അല്ല, ആനന്ദേട്ടൻ പോകാൻ റെഡിയാകണം നിൽക്കും. അതെ, പോകാൻ റെഡിയാവണം. അല്ല ആനന്ദേട്ടാ, ഇന്നലെ രാത്രി എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇന്നലെ രാത്രിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദേട്ടൻ കിടന്നും കൂടെ ഉറങ്ങിപ്പോയില്ല എന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അറിയാം, എന്നാലും അത് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തേലും കാര്യം കേട്ടോ എന്ന് ചോദിക്കുക. എന്ത് കാര്യം? ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയെന്ന് പറയണം. സാരമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ്. എന്താ കാര്യം? എന്താ നീ പറ. ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് ഫോൺ എടുത്തിട്ട് മെസ്സേജ് നോക്കണം. പിന്നീട് മെസ്സേജ് നോക്കി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുവാണ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ എൻ്റെ ഫ്രണ്ട് അവള് ഹണിമൂൺ ട്രിപ്പ് പോയേക്കോന്ന് പറയണം. ഹണിമൂൺ ട്രിപ്പോ? അതെ, ഒരാഴ്ച പോയിരിക്കുമെന്ന് പറയണ. ആഹാ, കൊള്ളാലോ, നല്ല കാര്യമുള്ളതെന്നൊക്കെ പറയണം. പിന്നീട് ആനന്ദ് ഷർട്ടൊക്കെ എടുത്തിടുവാണ്. ഇങ്ങനെയൊക്കെയാണ് ഷർട്ടൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു. ഷർട്ടൊക്കെ നേരമണ്ണമൊക്കെ ആക്കി വെക്കുന്നുണ്ട്. നന്നായിട്ടൊക്കെ ചെയ്തുകൊണ്ട് ഇട്ടിട്ടൊക്കെ പോകണമെന്നൊക്കെ പറയണം. ഈ ആനന്ദേണ്ണ ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോയാലോ? ഹണിമൂൺ ട്രിപ്പോ? അതെ, നമ്മൾ രണ്ടുപേരും തനിച്ച് നമുക്ക് രണ്ടുപേർക്ക് തന്നെ ഒരു യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്താലും നമ്മൾ രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിൽ കൂടുതൽ അടുക്കുള്ളൂ. നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടെ ഒന്ന് അടുക്കുള്ളൂ എന്ന് പറയണം. അത് ശരിയാകത്തില്ലെന്ന് പറയാണ് ആനന്ദ്. അതെന്താ? അതിനൊന്നും അച്ഛൻ സമ്മതിക്കില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛനൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമില്ലെന്ന് പറയും. ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി മീനാക്ഷിക്ക്. ഇങ്ങനൊന്നും പറയില്ല ആനന്ദേട്ടാന്ന് പറയും. പിന്നെന്താ, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ആനന്ദേട്ടൻ ഒന്ന് അച്ഛനോട് ചോദിക്കുമെന്ന് ചോദിക്കുക. ഞാനാ? ഞാൻ ചോദിക്കില്ല. ഇതിനു മുമ്പ് ആകാശം ഒന്ന് ചോദിച്ചെൻ്റെ കേട് മാറിയിട്ടില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടുന്ന് ഹണിമൂൺ ട്രിപ്പ് പോയത്. ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ സങ്കടമായിപ്പോയി ശ്രീദേവിക്ക്. ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അങ്ങനെ പോവുകയാണെങ്കിൽ ആനന്ദിനെ കയ്യിലെടുക്കാൻ പറ്റും. ശ്രീകല പറഞ്ഞിരിക്കുന്ന കാര്യം
ആനന്ദിനെ കയ്യിലെടുക്കണം, എങ്ങനെയാലും ഈ വീട്ടിൽ നിന്നൊന്ന് പിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കച്ച കൂട്ടുമാണ്. പക്ഷെ ആനന്ദ് അമ്പനും വില്ലിനും അടുക്കുന്നില്ല. ആനന്ദ് ശ്രീദേവിക്കൊപ്പം നിൽക്കണില്ല. ആനന്ദിന് അറിയാം ഈ കുടുംബത്തെ വിട്ട് ആനന്ദിന് ഒരു ലോകം ഇല്ലെന്നുള്ള കാര്യം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ശ്രീദേവി എന്ത് ഏഷന് കൊടുത്താലും ആനന്ദ് അതൊന്നും വിശ്വസിക്കുന്നില്ല. ആനന്ദ് അറിയാം ഗോമതി എന്താണെന്നും മീനാക്ഷി എന്താണെന്നും മിത്ര എന്താണെന്നും എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.